കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളെല്ലാം വന്നിരുന്നു. അപ്പം എക്സിറ്റ് പോളുകളിലെല്ലാം ഒരു കോൺഗ്രസ് തരംഗമുണ്ടാകും, ചിലതിൽ തരംഗമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലതിൽ തരംഗമുണ്ടായില്ലെങ്കിലും കൂടുതൽ വിജയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ജേർണലിസ്റ്റ് അപർണ കുറുപ്പ് ഒക്കെ പോലുള്ളവർ അവർ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ആൻറ്റി ഇൻകംസിയാണ്, തരംഗമൊന്നുമല്ല കാണാൻ സാധിക്കുന്നത്, ഒരു സഹതാപ ഒരു വോട്ട് ചെയ്യുക. അതായത് ആൾക്കാർ ഈ 10 വർഷം കൊണ്ട് ഈ ഭരണം ഒന്ന് മാറണം, കുറേയൊക്കെ അവർ കണ്ടു മടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ സഹതാപം എന്ന് പറയുന്ന ബട്ടണിലേക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് അത്രത്തോളം ശരിയാണ്? അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എക്സിറ്റ് പോള് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എക്സിറ്റ് പോളുകൾ പറയുന്നതിനെ അങ്ങ് റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു സർവേയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കില്ല. അതിൻ്റെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിഫയബിൾ ഡേറ്റ കിട്ടില്ല. അപ്പോൾ അവരൊരു ട്രെൻഡാണ് പറഞ്ഞിരിക്കുന്നത്, എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ട്രെൻഡാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന് വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്ത വീക്ഷണത്തിൽ 75 മുതൽ 90 വരെ പ്രവചിക്കുന്ന വ്യത്യസ്ത റേഞ്ചുകളിലാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ വലിയൊരു തരംഗം എക്സിറ്റ് പോൾ പറയുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടായിക്കൂടാന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു തരംഗം ഒന്നും ആരും പറഞ്ഞില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഒരു വലിയ തരംഗമാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ UDF കിട്ടാത്തതാണ് കിട്ടിയത്. പാർലമെൻറ്റിൻ്റെ എക്സിറ്റ് പോൾ വന്നപ്പോഴും എല്ലാവരും 14, 6, 15, 5 എന്നൊക്കെ പറഞ്ഞാണ് പ്രവചിച്ചത്. ആ നമ്പേഴ്സിലെ ആളുകളെല്ലാം തൃപ്തരായിരുന്നു, അതൊക്കെ ശരിയാണെന്നും പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 19-1 വന്നത്. അപ്പം അങ്ങനെ ഒരു സംഗതി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ അപർണ കുറുപ്പ് പറഞ്ഞ ഒരു സംഗതിക്കകത്തുള്ളത്, ഇത് വെച്ച് കാണുമ്പോൾ ഒരു സോഫ്റ്റ് ആൻറ്റി ഇൻകംബൻസി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിൽ പൊളിറ്റിക്കലി ശരിയല്ലാത്ത കുറേ സ്ട്രാറ്റജികൾ UDF ഗുണം ചെയ്തു എന്നുള്ളത് ഒരു വശമുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കലി ഫോൾട്ടി ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ ഫാക്ടർ. ആ ഫാക്ടർ വെള്ളാപ്പള്ളി നടേശൻ ഈ വർത്തമാനം പറയുമ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, പിണറായി വിജയൻ സഖാവ് തൻ്റെ തനതായ ശൈലിയിൽ 4 വർത്താനം തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ റിസൾട്ട് മറ്റൊരു രൂപത്തിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രവചനാതീതമോ ആയിപ്പോയേനെ. കാരണം ഇത് പക്ഷേ പുള്ളിയെ കൊണ്ട് പറയിക്കുകയാണ് എന്നൊരു കമ്മ്യൂണിറ്റിക്ക് തോന്നത്തക്ക പോലെ സഞ്ചരിച്ചു. രണ്ടാമത്തെ ഒരു സംഗതി എവിടെയാണെന്ന് വെച്ചാൽ, ഒരു കാൽക്കുലേഷൻ പഠിച്ചു പോയത്, ഒരിക്കലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ UDF ചേർന്ന് നിന്ന്, ഏത് UDF എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗുള്ള UDF ചേർന്ന് നിന്ന് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരുപക്ഷെ അവർ ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, സഹതാപം എന്നൊക്കെ പറഞ്ഞ ഒരു സോഫ്റ്റ് കോർണർ, ഞങ്ങളുടെ ഒരു പഴയ പാർട്ടിയാണ്, അതില്ലാതാകരുതെന്നുള്ള ആഗ്രഹത്തിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല റാൻഡം ഫീഡ്ബാക്കിൽ നിന്നും. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇത്തവണ എന്തായാലും വോട്ട് UDF തന്നെയെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുമ്പോഴാണ് FCRA നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. അതിലെന്ത് സംഭവിച്ചു, BJP പോകാനിരുന്നതും മറിച്ച് ചിന്തിച്ചവരും തിരിച്ച് ചിന്തിച്ചവരും എല്ലാം BJP എതിർക്കുന്ന പ്ലാറ്റ്ഫോം കോൺഗ്രസിൻ്റേതാണ്, രാഹുൽ ഗാന്ധിയുടേതാണെന്ന് പറഞ്ഞിട്ടൊരു കൺസോൾഡേറ്റ് ചെയ്ത് ഒരു വോട്ടുണ്ടായി. അപ്പോൾ അത് രണ്ടും ഒരു ഫോൾട്ടി സ്ട്രാറ്റജീസ് ആയിരുന്നു. പ്ലസ് രണ്ടാമത്തത്, ഈ 2 സ്ട്രാറ്റജിയും വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രെൻഡായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 90+ സീറ്റിലേക്ക് എത്തും, ഈ പറയുന്ന കണക്കൊന്നുമല്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു കാര്യം നിലവിലുള്ളത്, ഇപ്പോൾ നേരത്തെ സുമയ്യ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിൻ്റെ ഒരു മടുപ്പ്, ഒരു സംഗതി. എന്നിട്ട് മാത്രമല്ല, ഇപ്പോഴും പുള്ളിയെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിന്ന് പിണറായിയെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ പഴയ പറയുന്ന ക്യാപ്റ്റൻ വൈബ് ഉണ്ടല്ലോ, പുള്ളി ഒരു എതിർപ്പില്ലാത്ത പൂർണ്ണ സ്വീകാര്യനായ ഒരാളാണെന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവരെത്തിയില്ല എന്നുള്ളതായത് കാണിക്കും. ഈ പുള്ളിയുടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പം ഫസ്റ്റിലെ മുതൽ തുടങ്ങുവാണെങ്കിൽ കടക്ക് പുറത്ത്, ഇപ്പം ചോദ്യങ്ങൾ കഴിഞ്ഞു, ചോദ്യങ്ങളുടെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ മൈക്കിനകത്തുനിന്ന് സൗണ്ട് കേൾക്കുവാണെങ്കിൽ മൈക്കൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ളത്. ഇത് ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് വളരെയേറെ മടുപ്പ് തോന്നുന്നു. അതായത് ഇപ്പം ചിലർ ഭയങ്കര, ഇപ്പം എൻ്റെ വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വാപ്പ ഒരു CPM-കാരനാണ്, വളരെ വലിയൊരു CPM-കാരനാണ്. അപ്പം പുള്ളിക്കാരന് ഇപ്പം പിണറായി വിജയൻ്റെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ചില ആൾക്കാർ അത്രയും സോ കോൾഡ് കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുന്നവർ പറയും, അങ്ങനെയൊക്കെ പറയാം, മുഖ്യമന്ത്രിയല്ല, അപ്പം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് പറയും. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിയും തോറും, ഓരോ ദിവസങ്ങൾ കഴിയും തോറും
ആൾക്കാരിലുള്ള ഒരു വൈഡ് എക്സ്പാൻഡ് അവരുടെ ഒരു ചിന്തയുണ്ടല്ലോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ്. അപ്പം വളരെയേറെ സിംപിളസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പം ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എത്രത്തോളം മടുപ്പുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങളിൽ? യഥാർത്ഥത്തിൽ എനിക്ക് അതിന് സുമയ്യയിൽ നിന്ന് വിരുദ്ധമായൊരു അഭിപ്രായം എനിക്കുള്ളത്. പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഏതാണ്ട് 10-30 വർഷക്കാലമായി CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കൈവെള്ളയിൽ എതിർശബ്ദമില്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കരുത്തനാണ്. ആ കരുത്ത് നമ്മളെ അസൂയപ്പെടുത്തുകയും നമുക്കൊരു ആ പുള്ളിയോട് ആദരവ് തോന്നുകയും ചെയ്യുന്നൊരു കരുത്താണ്. അതൊരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിനും അങ്ങനെ ഒരു സംഗതി കിട്ടിയിട്ടില്ല. കരുണാകരന് കിട്ടിയിട്ടില്ല, ആൻ്റണിക്ക് കിട്ടിയിട്ടില്ല, ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയിട്ടില്ല. എല്ലാം ഒരു ശബ്ദം പോലും കേൾക്കാതെ ഒരു പാർട്ടിയെ കൊണ്ടുപോയി. ഏത് പാർട്ടിയെ? സ്വയം വിമർശനത്തിനും രൂക്ഷമായ വിമർശനങ്ങൾക്കും പേര് കേട്ട, എഴുത്തുള്ള, വായനയുള്ള, അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്നൊരു പാർട്ടിയാണ് പിണറായി വിജയൻ കൊണ്ടു കിടക്കുന്നത്. അതതിനകത്ത് ഒരു ഭാഗം. അതിൻ്റെ ഒരു മറുഭാഗം അതിനുള്ളിലുള്ളത്, അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അതിനോട് വീർപ്പ് മുട്ടുന്ന കുറച്ച് ശബ്ദം അതിനുള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വീർപ്പുമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഏകാധിപത്യം വേണോ? അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഐഷ പോറ്റി MLA അതിനെയൊന്നും അങ്ങനെ കാണണ്ട. ഞാൻ അതിനെയൊന്നും അങ്ങനെ കാണുന്നില്ല. അതായത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടോപ്പിക്ക്. അതിനെ അങ്ങനെ കാണാൻ നോക്കത്തില്ല. പുള്ളിയോടുള്ള ഒരു സംഗതി കൊണ്ടാണെന്നൊന്നും കാണാനൊക്കത്തില്ല. അതിനകത്ത് അവർക്ക് സംഭവിച്ച പിഴവെന്തോന്ന് വെച്ചാൽ, നല്ല കരുത്തും ആരോഗ്യവും ശേഷിയും ഒക്കെ ഉള്ള ആളുകളെ 2 ഊഴം പറഞ്ഞ് വീട്ടിലിരുത്തിയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത ശശീന്ദ്രനെ പോലുള്ള ആളുകളെ വീണ്ടും മത്സരിപ്പിച്ച് മന്ത്രിയാക്കാൻ പോകുമ്പം അവർക്ക് തോന്നുന്നൊരു ചിന്തയുണ്ട്. ഐഷ പോറ്റിയൊക്കെ 2 തവണയായെങ്കിലും അവർക്ക് അവരുടെ കാലിബറുള്ള സ്ത്രീയാണ്. അതുപോലെ പിന്നെ G. സുധാകരനും അതുപോലെ കാലിബറുള്ള ഒരു വലിയ നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയെല്ലാം മാറ്റിയിരുത്തിയിട്ട് അവരുടെ അണികളായിട്ട് വന്ന ആളുകളെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് അവരുടെ ഊഴം വരുമ്പോൾ 2ഉം മാറി അവർക്ക് 3ഉം ആകാം എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന തീരുമാനമാണ് അവരെ അതിലേക്കൊക്കെ മാറ്റി. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിൻ്റ് അതല്ല. ഈ പിണറായി വിജയൻ പറയുമ്പോഴും വലിയ കരുത്തനാണെന്നുള്ള രീതിയിൽ ആളുകൾ നോക്കിക്കാണുന്നവരുണ്ട്. ഈ പാവമാണ് നല്ലതാന്ന് പറയുന്നതിന് പണയം വെച്ചാൽ പോലും 10 പൈസ കിട്ടത്തില്ല. അയാളെ ഒരു ഘട്ടം കഴിയുമ്പം പറയുന്നത് എന്താ പറയുക, മണ്ണുണ്ണിയാണ്, കൊള്ളരുതാത്തവനാണെന്നാണ് പറയുന്നത് ഈ പാവത്തിന്. അതുകൊണ്ട് കരുത്തൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ പിണറായി വിജയൻ സഖാവിൻ്റെ ചില സന്ദേശങ്ങൾ പാളിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഈ 10-40 വണ്ടിയുമായിട്ട് ഈ എസ്കോർട്ടോടുകൂടി നടക്കുക. പുള്ളിയൊന്നും പറയുന്നതല്ല, കണ്ടുകൊണ്ട് നിൽക്കുക. ഓരോ ഗ്രാമങ്ങളിലൂടെ ഇത്രയും വണ്ടിയുടെ അകമ്പടിയിൽ പിണറായി വിജയൻ സാഹിബിൻ്റെ ശരീരത്തെങ്ങും ഒരു രോമത്തിൽ പോലും തൊടാൻ ധൈര്യമുള്ളവരാരും കേരളത്തിലില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ ഇനി വല്ല തീവ്രവാദികളുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവിടില്ല. അവിടെ ഈ പറയുന്ന വണ്ടികളും ഒരു കൂട്ടം ആളുകളുമായിട്ട് പുറകിൽ നടക്കുക. രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ ആളുകളെന്ന് കരുതുന്നവർക്ക് ചില പ്രത്യേക സംരക്ഷണങ്ങൾ ഏത് എക്സ്ട്രീം വരെയും പോയി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, പുള്ളിയെ ഒരുതരം ഉയർത്തി, നമ്മളിലെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് പോലെ ഒരു മനുഷ്യ പരിവേഷത്തിനേക്കാൾ മുകളിൽ ഉയർത്തി പുള്ളിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നവരെ, പ്രതിഷേധം കാണിക്കുന്നവരെയൊക്കെ തെരുവിലിട്ട് തല്ലിച്ചതച്ച് അങ്ങനെ ആക്കുക. ഇപ്പോൾ ആശാസമരം തിരുവനന്തപുരത്ത് നടന്നു. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഒരു നേതാവെന്നുള്ള നിലയിൽ ആശാസമരത്തിലേക്ക് നേരിട്ട് മുഖ്യമന്ത്രി കയറി ചെന്ന് നിങ്ങളുടെ പ്രശ്നം എന്തുവാ എന്ന് കേട്ട് അവരോട് സംസാരിക്കുന്ന ഒരാളിൽ നിന്ന് മാറി വളരെ വൈരാഗ്യ ബുദ്ധിയോട് ആ സമരത്തെ അടിച്ചൊതുക്കുന്ന ഒരാളായിട്ട് മാറി. ഇത്തരം ചില നടപടികൾ, അത് നമ്മൾ പലപ്പോഴും ഈ സംസാരത്തെക്കാൾ ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മുടെ വാക്കുകളെക്കാൾ കൂടുതൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ പ്രവൃത്തികളിൽ ഒരുപാട് വീഴ്ചകൾ വന്നു. അതേപോലെ വീഴ്ച വന്നൊരു പ്രവൃത്തിയാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡുകൾ മുഴുവൻ ഒറ്റ തല വെച്ചിട്ടുള്ള കട്ടൗട്ടർ. അതൊക്കെ പിണറായി വിജയൻ സഖാവ് തന്നെ ഒരു കാലത്ത് എതിർത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികൾ ദോഷമായി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞതിൽ ഇപ്പം നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു, ഒരാളിന് പകരം മറ്റൊരാളിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക, അത് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ CPM-ൽ ഇപ്പോൾ കഴിവുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടുവന്നതാണ് ഇവർ മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യതയെന്ന് പറഞ്ഞു. അതിനകത്തൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മയില്ലേ? അതിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ആളിനെ ആദ്യം മുതലൊരു കേഡർ പാർട്ടി എന്നും പറഞ്ഞ് രൂപീകരിച്ചെടുക്കുമ്പോൾ തന്നെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ പാർട്ടി വേദികളിൽ പറയാം. പക്ഷേ അന്തിമ അഭിപ്രായം പാർട്ടിയുടേതാണെന്നുള്ള ഒരു ഡോക്ട്രൈനിലാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞാൽ? അത് അംഗീകരിച്ച് നിൽക്കുന്നവരെയാണ് അവർ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കതിനകത്ത് ഇപ്പോൾ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മയില്ലെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിശാസ്ത്രത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. അതിൻ്റെ ഗുണവും ദോഷവും ആ പാർട്ടിക്കുണ്ട്.
അവരിപ്പോൾ ഒരു സംഗതിയിൽ ഒരു തീരുമാനം എടുത്താൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവരതിനകത്തങ്ങ് പറ്റിപ്പിടിക്കും. ഒരുത്തനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അവർ സൈബർ ഇടത്തിൽ എറിഞ്ഞവനെ കൊല്ലും, വേറൊരു ശബ്ദം പോലും ഉയരില്ല. അതേസമയം കോൺഗ്രസ്സിൽ എങ്ങനെ, കോൺഗ്രസ്സിൽ കമ്പിത്തിരി കത്തിക്കുന്ന പോലല്ലേ, ഒരുത്തനൊരെണ്ണം എടുത്ത് കത്തിച്ചു പിടിച്ചാൽ എല്ലാവരും കത്തിച്ചു പിടിക്കും.